വെൽക്കം ടു ദി ഇംഗ്ലീഷ് ക്ലാസ് റൂം. ഇനി നമ്മൾ സെൻറ്റൻസ് മേക്കിംഗ് ആണ് നോക്കാൻ പോകുന്നത്. ഞാൻ പോയി എന്നുള്ളൊരു സെൻറ്റൻസിനെ എങ്ങനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം? ഞാൻ എന്നുള്ളതിന് ഐ, പോവുക എന്നുള്ളതിന് ഗോ, പോയി എന്നാക്കാൻ വേണ്ടിയിട്ട് വീറ്റ് ഉപയോഗിക്കണം. വെൻറ്റ്, ഐ വെൻറ്റ്, ഞാൻ പോയി. അടുത്തത് ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. ഞാൻ എന്നുള്ളതിന് ഐ, പോയി എന്നുള്ളതിന് വെൻറ്റ്, ബാംഗ്ലൂർ എന്നുള്ളതിന് ബാംഗ്ലൂർ. ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ. ബാംഗ്ലൂരിലേക്ക് എന്നുള്ളതിന് ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ. ഐ വെൻറ്റ് ടു ബാംഗ്ലൂർ. ഞാൻ ബാംഗ്ലൂരിലേക്ക് പോയി. നെക്സ്റ്റ്, ഞാൻ ഡൽഹിയിലേക്ക് പോയി. മുകളിൽ പറഞ്ഞിട്ടുള്ള അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. ഐ വെൻറ്റ് ടു ഡൽഹി. ഞാൻ ഡൽഹിയിലേക്ക് പോയി. ഇനി അവൻ യു എസിലേക്ക് പോയി എന്നാണെങ്കിലോ? അവൻ യു എസിലേക്ക് പോയി. അവൻ എന്നുള്ളതിന് ഹി, ഹി വെൻറ്റ് ടു യു എസ്. നെക്സ്റ്റ്, ഞാൻ ബാങ്കിലേക്ക് പോയി. ഐ വെൻറ്റ് ടു ബാങ്ക് എന്നുള്ളതിന് പകരം ഇവിടെ ഐ വെൻറ്റ് ടു ദ ബാങ്ക് എന്ന് വേണം. അതായത് ബാങ്കിന് മുന്നേ ദ എന്നുള്ള ആർട്ടിക്കിൾ ചേർത്ത് കൊടുക്കണം. പോലീസ് സ്റ്റേഷൻ, ബാങ്ക്, പോസ്റ്റ് ഓഫീസ്, ഹോസ്പിറ്റൽ തുടങ്ങിയ സ്ഥലങ്ങൾക്ക് മുന്നേ നമ്മൾ ദ എന്നുള്ള ആർട്ടിക്കിൾ ചേർത്ത് കൊടുക്കണം. ടു ദ പോലീസ് സ്റ്റേഷൻ, ടു ദ പോസ്റ്റ് ഓഫീസ് എന്നിങ്ങനെ. ഫോർ എക്സാമ്പിൾ, അവൻ ജിമ്മിലേക്ക് പോയി. ഹീ വെൻറ്റ് ടു ദ ജിം. ഇന്നലെ ഞാൻ പോസ്റ്റ് ഓഫീസിൽ പോയി. ഇന്നലെ എന്നുള്ളതിന് യെസ്റ്റർഡേ. യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു ദ പോസ്റ്റ് ഓഫീസ്. അങ്ങനെയാണെങ്കിൽ ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ഇതെങ്ങനെ എഴുതാം ഇംഗ്ലീഷിൽ? യെസ്റ്റർഡേ ഐ വെൻറ്റ് ടു മൈ ഫ്രണ്ട്സ് ഹോം. ഇന്നലെ ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയി. ഇന്നലെ അവൻ സൂപ്പർ മാർക്കറ്റിലേക്ക് പോയി. യെസ്റ്റർഡേ ഹി വെൻറ്റ് ടു ദ സൂപ്പർ മാർക്കറ്റ്. ഇന്നലെ ഞാൻ എൻ്റെ അങ്കിളിൻ്റെ വീട്ടിലേക്ക് പോയി. ഇതെങ്ങനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാം? താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ.